നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും മസ്റ്ററിംഗ് എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് മാത്രമല്ല, 2026 വാർഷിക മസ്റ്ററിംഗ് എപ്പോൾ തുടങ്ങി, എപ്പോൾ അവസാനിക്കും, അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ എന്തൊക്കെ വേണം, എത്ര രൂപ ചിലവാകും, അതുപോലെ വിരലടയാളം ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം, കിടപ്പ് രോഗികൾക്ക് എന്താണ് ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ ഇപ്പോൾ പെൻഷൻ അർഹത പരിശോധിക്കുമ്പോൾ സർക്കാർ ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് പരിശോധിക്കുന്നത്, വീട്, ഭൂമി, വാഹനം, കുടുംബ വരുമാനം തുടങ്ങിയ വിവരങ്ങൾ എങ്ങനെ പരിശോധിക്കപ്പെടും, തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇതെല്ലാം ഓരോന്നായി വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ പരിശോധിക്കാം. പ്രത്യേകിച്ച് സെപ്റ്റംബർ 30 എന്ന തീയതി, അതായത് പെൻഷൻ ഗുണഭോക്താക്കൾ പ്രത്യേകം ഓർത്തു വെക്കണം. അതിനാൽ വീഡിയോയുടെ ഒരു ഭാഗം മാത്രം കേട്ട് നിർത്താതെ നിങ്ങളുടെ പെൻഷനെ നേരിട്ട് ബാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ മുഴുവനായും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോ അപ്ഡേറ്റ്സ് ലഭിക്കാൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും, ഹൈപ്പ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പെൻഷൻ വാങ്ങുന്ന വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, പെൻഷൻ ലഭിക്കുന്നതിനുള്ള അർഹത തുടരുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനുള്ള പ്രധാന നടപടിക്രമമാണ് വാർഷിക മസ്റ്ററിംഗ്. സർക്കാർ ക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമായി നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. ഒരു വ്യക്തി മരണപ്പെട്ടിട്ടും ആ വ്യക്തിയുടെ പേരിൽ പെൻഷൻ തുടരുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുപോലെ പെൻഷൻ ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന അർഹതകൾ പിന്നീട് മാറിയിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനായാണ് മസ്റ്ററിംഗ് പോലുള്ള പരിശോധനകൾ നടത്തുന്നത്. 2026 വാർഷിക മസ്റ്ററിംഗ് ജൂലൈ 17 മുതൽ ആരംഭിച്ചു. ഇത് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 ആണ്. അതായത് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഇനിയും നടപടികൾ പൂർത്തിയാക്കാനുള്ള സമയമുണ്ട്. എന്നാൽ അവസാന ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അവസാന സമയത്ത് അക്ഷയ കേന്ദ്രങ്ങളിൽ തിരക്കുണ്ടാകും. രേഖകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും സമയം ആവശ്യമായി വരാം. മസ്റ്ററിംഗ് ചെയ്യാതെ പോയാൽ എന്താവുന്നുള്ള ചോദ്യമുണ്ട്. മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ പെൻഷൻ എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇങ്ങനെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആവശ്യമായ പരിശോധന പൂർത്തിയാക്കാത്ത പക്ഷം പെൻഷൻ വിതരണത്തിൽ തടസ്സമോ താൽക്കാലികമായി നിർത്തിവെക്കുന്ന സാഹചര്യമോ ഉണ്ടാവാം. അതുകൊണ്ട് മസ്റ്ററിംഗ് എന്നത് സാധാരണ ഒരു നടപടിയായി കാണാതെ നിങ്ങളുടെ പെൻഷൻ തുടർച്ചയായി ലഭിക്കുന്നതിന് ആവശ്യമായ പ്രധാന പരിശോധനയായി കണക്കാക്കിയാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എൻ്റെ പേര് പെൻഷൻ ലിസ്റ്റിലുണ്ടല്ലോ, അതുകൊണ്ട് മസ്റ്ററിംഗ് വേണ്ട എന്ന ധാരണ ശരിയല്ല. വാർഷിക പരിശോധനയുടെ ഭാഗമായാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. അതിനാൽ പേര് പട്ടികയിലുണ്ടെങ്കിലും ബാധകമായ ഗുണഭോക്താക്കൾ നിശ്ചിത സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ഇനി പ്രായോഗികമായി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാണ് സാധാരണയായി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുന്നത്. അവിടെ നിങ്ങളുടെ തിരിച്ചറിയൽ വിവരങ്ങൾ പരിശോധിച്ച ശേഷം ബയോമെട്രിക് പരിശോധന നടത്തും. സാധാരണയായി ആധാർ കാർഡ് കയ്യിൽ കരുതണം. പെൻഷൻ നമ്പർ ലഭ്യമാണെങ്കിൽ അതും കയ്യിൽ കരുതുന്നത് സഹായകരമായിരിക്കും. അതുപോലെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ രേഖകളുടെ ഒറിജിനലോ ആവശ്യമായ വിവരങ്ങളോ കയ്യിൽ ഉണ്ടെങ്കിൽ നടപടികൾ കൂടുതൽ എളുപ്പമാകും. അവിടെ നിങ്ങളുടെ വിരലടയാളം ഉപയോഗിച്ചോ ആവശ്യമായ സാഹചര്യത്തിൽ ഐറിസ് സ്കാനിങ്ങിലൂടെയോ തിരിച്ചറിയൽ സ്ഥിരീകരണ നടപടിയാണ് നടക്കുന്നത്. ഇനി പല പെൻഷൻ ഗുണഭോക്താക്കളും ചോദിക്കുന്ന കാര്യമാണ്, ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങിന് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ സാധാരണയായി 30 രൂപയാണ് ഫീസായി വരുന്നത്. എന്നാൽ എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് നേരിട്ട് എത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾ, ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർ, യാത്ര ചെയ്യാൻ കഴിയാത്തവർ തുടങ്ങിയവരുടെ കാര്യത്തിൽ വീട്ടിലെത്തി സേവനം നൽകുന്ന സാഹചര്യമുണ്ട്. അത്തരം ഹോം വിസിറ്റ് സേവനത്തിന് 50 രൂപ വരെ നിരക്ക് വരാം. അതിനാൽ അക്ഷയ കേന്ദ്രത്തിൽ പോകാൻ കഴിയാത്ത ഗുണഭോക്താക്കൾ വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാണോ എന്ന് ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രങ്ങളിൽ അന്വേഷിക്കുക. ഇനി പ്രായമായ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പലർക്കും ആശങ്ക ഉണ്ടാക്കുന്ന മറ്റൊരു വിഷയം, പ്രായം കൂടുന്നതിനനുസരിച്ച് ചിലരുടെ വിരലടയാളം വ്യക്തമായി ലഭിക്കാത്ത സാഹചര്യമുണ്ടാകാം. ചിലപ്പോൾ ഫിംഗർ പ്രിന്റ് ഓതന്റിക്കേഷൻ പരാജയപ്പെടും. അങ്ങനെ വന്നാൽ മസ്റ്ററിംഗ് ഇനി ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി മടങ്ങേണ്ടതില്ല. ആവശ്യമായ സാഹചര്യത്തിൽ ഐറിസ് സ്കാൻ പോലുള്ള ബയോമെട്രിക് മാർഗവും
ഉപയോഗിക്കാം. അതിലും ഓതന്റിക്കേഷൻ സാധിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ അതിനായി പ്രത്യേക നടപടിക്രമം നിലവിലുണ്ട്. അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായ ഫോം പൂരിപ്പിച്ച് നിങ്ങൾക്ക് നൽകാം. ആ ഫോം സർക്കാർ അംഗീകരിച്ച ഡോക്ടർ മുഖേന പൂരിപ്പിച്ച് ബന്ധപ്പെട്ട പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ക്ഷേമനിധി ബോർഡിൽ സമർപ്പിക്കേണ്ട നടപടിക്രമങ്ങൾ പിന്തുടരാം. അതുകൊണ്ട് ബയോമെട്രിക് പരാജയപ്പെട്ടാൽ അവിടെ വെച്ച് നടപടികൾ അവസാനിപ്പിക്കരുത്. അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരോട് അടുത്ത ഘട്ടം എന്താണെന്ന് വ്യക്തമായി ചോദിക്കുക. ഇനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് വലിയ ബുദ്ധിമുട്ടാകാം. അത്തരക്കാർക്ക് അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്തുക സാധ്യമല്ലെങ്കിൽ ഹോം വിസിറ്റ് സംബന്ധിച്ച സൗകര്യം അന്വേഷിക്കാം. പ്രത്യേകിച്ച് കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കളുടെ കുടുംബങ്ങൾ ഇത് അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. അക്ഷയ കേന്ദ്രവുമായി മുൻകൂട്ടി ബന്ധപ്പെട്ട് വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള നടപടിക്രമം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് മാത്രം മതിയാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെയാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ പരിശോധിക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ യഥാർത്ഥത്തിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് എത്തണം. അതുകൊണ്ട് തന്നെ വിവിധ സർക്കാർ വകുപ്പുകളുടെ രേഖകളിലെ വിവരങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് പരിശോധിക്കുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് നൽകിയ വിവരങ്ങളും പിന്നീട് സർക്കാർ രേഖകളിൽ കാണുന്ന വിവരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അത് പരിശോധനയ്ക്ക് കാരണമാകാം. ഇനി ആദ്യമായി ശ്രദ്ധിക്കാവുന്ന ഘടകം വീടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ഒരു കുടുംബത്തിന്റെ വീടിന്റെ വലിപ്പം, സ്വാഭാവികം, ഒരു സാമ്പത്തിക സാഹചര്യവുമായി അതിന്റെ പൊരുത്തം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കപ്പെടും. വളരെ വലിയതോ ഉയർന്ന സാമ്പത്തിക ശേഷി സൂചിപ്പിക്കുന്ന ആയ കുടുംബങ്ങളുടെ വിവരങ്ങൾ കൂടുതൽ പരിശോധിക്കുന്ന സാഹചര്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കണം. വലിയ വീടുണ്ടെങ്കിൽ പെൻഷൻ ഉടൻ റദ്ദാക്കുമെന്നല്ല ഇതിന്റെ അർത്ഥം. വീടിന്റെ വിവരങ്ങൾ അർഹത പരിശോധിക്കുന്ന വിവിധ ഘടകങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടും. രണ്ടാമത്തെ ഘടകം വീട്ടിലെ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഉദാഹരണത്തിന് എയർ കണ്ടീഷണർ പോലുള്ള സൗകര്യങ്ങൾ, ഉയർന്ന നിലവാരത്തിലുള്ള ചില വീട്ടുപകരണങ്ങളോ ആഡംബര ഇന്റീരിയർ സംവിധാനങ്ങളോ കുടുംബത്തിന്റെ സാമ്പത്തിക ശേഷിയെക്കുറിച്ച് കൂടുതൽ പരിശോധനയ്ക്ക് ഇടയാക്കാം. ഇവിടെ വീടിന്റെ ഒരു പ്രത്യേക ഉപകരണം ഉണ്ടെന്ന കാരണത്താൽ മാത്രം ഒരാളുടെ പെൻഷൻ സ്വമേധയാ റദ്ദാക്കുന്നു എന്ന രീതിയിൽ ഇതിനെ കാണരുത് എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിശോധനയാണ് ഭൂമി. റവന്യൂ രേഖകളിൽ ഒരാളുടെ പേരിൽ എത്ര ഭൂമിയുണ്ട്, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ആ ഭൂമിയുടെ ഉടമസ്ഥത എന്താണ്, അതുപോലെ ഒരു പെൻഷൻ ലഭിക്കുന്നതിനായി നൽകിയ വിവരങ്ങളുമായി ഈ രേഖകൾ പൊരുത്തപ്പെടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ക്രോസ് വെരിഫിക്കേഷൻ വഴി പരിശോധിക്കപ്പെടും. അതുകൊണ്ട് ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ അപേക്ഷയിൽ തെറ്റായി നൽകിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ഇനി വാഹന ഉടമസ്ഥത, പ്രത്യേകിച്ച് 4 ചക്ര വാഹനങ്ങളുടെ ഉടമസ്ഥത അർഹത പരിശോധനയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. 1000 cc മുകളിലുള്ള വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വിവരങ്ങൾ പരിശോധിക്കപ്പെടാം. ഇവിടെ വീണ്ടും ഒരു കാര്യം വ്യക്തമായി പറയാം. വാഹനമുണ്ടെന്ന ഒരു കാരണത്താൽ മാത്രം എല്ലാവരുടെയും പെൻഷൻ റദ്ദാക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അർഹതാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധനയും വരുന്നത്. ഇനി കുടുംബ വരുമാനം, അതായത് പെൻഷൻ ലഭിക്കുന്നതുമായി നൽകിയിരിക്കുന്ന വരുമാന വിവരങ്ങളും സർക്കാർ രേഖകളിൽ ലഭ്യമായ വിവരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും. ഉദാഹരണത്തിന് ഒരു രേഖയിൽ വളരെ കുറഞ്ഞ വരുമാനം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മറ്റൊരു ഔദ്യോഗിക രേഖയിൽ അതുമായി പൊരുത്തപ്പെടാത്ത സാമ്പത്തിക വിവരങ്ങൾ കാണുന്ന സാഹചര്യമുണ്ടെങ്കിൽ കൂടുതൽ പരിശോധന ഉണ്ടായേക്കാം. അതിനാൽ വരുമാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ നേടാൻ ശ്രമിക്കുന്നത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി ഈ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ എന്ത് ചെയ്യുന്നുള്ള ചോദ്യമുണ്ട്. ഇതാണ് ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയം. പെൻഷൻ ലഭിക്കുന്നതിനായി മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുകയോ അർഹത മറച്ചുവെക്കുകയോ ചെയ്യുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയാൽ നടപടികൾ ഉണ്ടാകും. അതായത് സാഹചര്യത്തിനനുസരിച്ച് പെൻഷൻ അർഹത റദ്ദാക്കപ്പെടാം. ചില സാഹചര്യങ്ങളിൽ നിയമപരമായ നടപടികൾക്കും ഇടയാവും. അനർഹമായി ലഭിച്ച ആനുകൂല്യങ്ങൾ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാവും. അതുകൊണ്ട് പെൻഷൻ ഗുണഭോക്താക്കൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. തെറ്റായ വിവരം നൽകി പെൻഷൻ തുടരുന്നതിനേക്കാൾ രേഖകളിലെ പിഴവുകൾ നിയമാനുസൃതമായി തിരുത്തുന്നതാണ് സുരക്ഷിതം. വിവിധ വകുപ്പുകളുടെ വിവരങ്ങൾ
എങ്ങനെ പരിശോധിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇനി പലർക്കും അറിയാൻ താല്പര്യമുള്ള മറ്റൊരു കാര്യമാണ്, സർക്കാരിന് ഇതൊക്കെ എങ്ങനെ അറിയാം? ഇതിനുള്ള പ്രധാന കാരണം വിവിധ സർക്കാർ രേഖകളുടെ ഡിജിറ്റൽ ബന്ധവും ക്രോസ് വെരിഫിക്കേഷൻ സംവിധാനമാണ്. ആധാർ വിവരങ്ങൾ, റേഷൻ കാർഡ് വിവരങ്ങൾ, റവന്യൂ രേഖകൾ, ഭൂമി സംബന്ധമായ വിവരങ്ങൾ, വാഹന വിവരങ്ങൾ, വരുമാനവുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയ വിവിധ ഡാറ്റകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതിലൂടെ ഒരാൾ നൽകിയ വിവരങ്ങൾ മറ്റൊരു സർക്കാർ രേഖയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. അതുകൊണ്ട് പഴയ കാലത്ത് ഒരു ഓഫീസിൽ നൽകിയ വിവരം മറ്റൊരു ഓഫീസിൽ അറിയില്ലാതിരുന്ന സാഹചര്യം പോലെ ഇപ്പോൾ കാര്യങ്ങൾ കാണേണ്ടതില്ല. ഡിജിറ്റൽ രേഖകൾ തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതോടെ അർഹത പരിശോധനയും കൂടുതൽ കൃത്യമായി നടത്താൻ കഴിയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തൂ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.